കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. രക്ഷിതാക്കൾക്കുള്ളൊരു കഥയായാലോ? കഥയുടെ പേര് കൊച്ചു സാഹസികർ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. 4 വയസ്സുകാരനായ വാവയെ കാണാനില്ല. പരിഭ്രാന്തരായ അമ്മ വാവയെ അവിടെയെല്ലാം തിരഞ്ഞു. പക്ഷേ കണ്ടെത്താനായില്ല. അപ്പോഴേക്കും അടുത്ത വീട്ടിലെ മാമൻ വാവയുമായി വന്നു. മുറ്റത്തുകൂടി പോയ പൂച്ചയെ പിന്തുടർന്നാണ് വാവ അടുത്ത വീട് വരെ എത്തിയത്. ഈ അനുഭവം കൊച്ചു കുട്ടികളുള്ള പല അമ്മമാർക്കും ഉണ്ടായിട്ടുണ്ടാവും. മറ്റുള്ളവരെ പേടിപ്പിക്കാൻ വേണ്ടി കുട്ടികൾ മനഃപൂർവ്വം ഇറങ്ങിപ്പോകുന്നതല്ല. ചുറ്റും കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അവർക്ക് കൗതുകവും പുതുമയും നിറഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് പുതിയ കാര്യങ്ങൾ അറിയാനും അനുഭവിക്കാനും അവർ ഇഷ്ടപ്പെടുന്നു. അവരുടെ ഈ ജിജ്ഞാസ മുതിർന്നവർക്ക് സന്തോഷം നൽകും. പക്ഷേ ആരോടും മിണ്ടാതെയുള്ള ഇത്തരം യാത്രകൾ മാതാപിതാക്കളെ തെല്ലൊന്നുമല്ല ഭയപ്പെടുത്തുന്നത്. തനിയെ പുറത്തു പോയാലുണ്ടാവുന്ന അപകടങ്ങൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് വേണ്ടത്. റോഡിലൂടെ വാഹനങ്ങൾ പോകുമെന്നും സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയാണെന്നും പറഞ്ഞു കൊടുക്കാം. കുട്ടിയുടെ പാവയെ വണ്ടി വന്നിടിക്കുന്നതായി കാണിച്ച് കാര്യം മനസ്സിലാക്കി കൊടുക്കാവുന്നതാണ്. വീടിനുള്ളിലെ പോലെ പുറം ലോകവും സുരക്ഷിതമാണെന്നാണ് പല കുട്ടികളുടെയും വിചാരം. എന്നാൽ വീടിന് പുറത്ത് എവിടെ വരെ തനിയെ പോകാമെന്ന് കുട്ടി അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരു പരിധി നിശ്ചയിക്കുന്നത് ഏറെ ദൂരം തനിയെ പോകുന്നതിൽ നിന്നും കുട്ടിയെ പിന്തിരിപ്പിക്കും. എന്നാൽ ഇത്തരം നിയന്ത്രണങ്ങൾ എല്ലാ കുട്ടികളും മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് മുതിർന്നവർ ചില മുൻകരുതലുകൾ എടുക്കുന്നത് നന്നായിരിക്കും. ഗേറ്റ് എപ്പോഴും അടച്ചിടുന്നത് കുട്ടികൾ തിരക്കുള്ള റോഡിലേക്ക് ഇറങ്ങുന്നത് തടയും. വാതിലുകളിൽ ചെറിയ മണികൾ ഘടിപ്പിച്ചാൽ കുട്ടി പുറത്തിറങ്ങുന്നത് മണിയൊച്ച കേട്ട് അറിയാൻ കഴിയും. കുട്ടികളുടെ നല്ല പ്രവർത്തികളാണ് മാതാപിതാക്കൾക്ക് സന്തോഷമുണ്ടാക്കുന്നതെന്നും പറഞ്ഞു കൊടുക്കാം. മാതാപിതാക്കളുടെ വികാരങ്ങൾക്ക് ഏറെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് കൊച്ചുകുട്ടികൾ. അതുകൊണ്ട് ഇത്തരം സാഹസിക യാത്രകൾ ആവർത്തിക്കാതിരിക്കാൻ അവരും ശ്രദ്ധിക്കും. കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.